കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം തീരത്തു നിന്നും പുറപ്പെട്ട 8 ബോട്ടുകൾ ശക്തമായ തിരയിലകപ്പെട്ടു. അതിൽ 4 ബോട്ടുകൾ തിരികെ തീരത്തെത്തി. ഉൾക്കടലിൽ ഇനിയും 4 ബോട്ടുകൾ ഉണ്ട്. തിരിച്ചെത്തിയവർ പ്രതികരിച്ചതാണ്. തീരസംരക്ഷണ സേനയുടെ തെരച്ചിൽ തുടരുകയാണ്. വിവരങ്ങളുമായി ശ്രീനന്ദ ഒപ്പം ചേരുന്നു. ശ്രീനന്ദ, ഈ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിരുന്നതാണ്. ഇതിപ്പോൾ ഒരാശങ്കയുടെ വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ തിരിച്ചെത്തിയവർ എന്താണ് പറയുന്നത്? കൃഷ്ണരാജ്, തീർച്ചയായിട്ടും ഒരു ആശങ്ക നിറഞ്ഞ വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി 1 മണിയോടുകൂടിയാണ് 8 ബോട്ടുകൾ വിഴിഞ്ഞത്ത് നിന്നും കടലിലേക്ക് പോയത് മത്സ്യബന്ധനത്തിനായിട്ട്. അതിന് 4 ബോട്ടുകളാണ് ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നത്. അതിൽ ഒരു ബോട്ടിലുള്ള ഒരു വ്യക്തി മരണപ്പെട്ടതായുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരറിവും ഇതുവരെ ലഭിച്ചിട്ടില്ല. അനൗദ്യോഗിക വിവരമാണ് ഇപ്പോൾ ലഭിച്ചത്. അയാൾ മരണപ്പെട്ടു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇനി 4 ബോട്ടുകളാണ് ഉൾക്കടലിൽ പെട്ടിരിക്കുന്നതായി അറിയുന്നത്. അതിൽ ഒരു ബോട്ട് തലകീഴായി മറഞ്ഞു എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അതിൽ നമ്മളോട് കോസ്റ്റ് ഗാർഡ് പറഞ്ഞത് യാതൊരു തരത്തിലുമുള്ള കമ്മ്യൂണിക്കേഷനോ ഈ ബോട്ടുകളുമായിട്ടില്ല എന്നാണ്. പക്ഷേ ഇവിടെ ഈ രക്ഷപ്പെട്ട് വന്നതിൽ നിന്ന് ഒരു വ്യക്തി നമ്മളോട് പ്രതികരിച്ചത് വെച്ച് നോക്കുമ്പോൾ അയാൾ പറയുന്നു, ഈ ബോട്ടിൽ നിന്ന് അവിടെ പെട്ടിരിക്കുന്ന ഒരു ബോട്ടിൽ നിന്ന് ഒരു വ്യക്തി തങ്ങളോട് സംസാരിച്ചു. അവർ ഇപ്പോൾ സേഫാണ്. എന്നാൽ ശക്തമായ തിരമാലകളും അതുപോലെ തന്നെ കാറ്റും കാരണം എത്ര നേരം ആ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ആ ഒരു ഉൾക്കടലിൽ അവർക്ക് നിൽക്കാൻ സാധിക്കുമെന്നൊരു കാര്യത്തിൽ യാതൊരുവിധ ഉറപ്പുമില്ല. കാരണം അതിശക്തമായ മഴയും കാറ്റുമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറിലും ഇത് കൂടാൻ സാധ്യതയുണ്ട്. അതിനാൽ ഈ ഒരു പെട്ടിരിക്കുന്ന ഈ ഒരു 4 ബോട്ടുകൾ, ഉൾക്കടലിൽ പെട്ടിരിക്കുന്ന 4 ബോട്ടുകൾ എത്രയും വേഗം തന്നെ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് തിരിച്ചെത്തിയവരും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡും നമ്മൾ പ്രതികരിച്ചത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു ബോട്ടും കൂടി തിരികെ ഉൾക്കടലിലേക്ക് പോയി പരിശോധന നടത്താനായി പോകുന്നുണ്ട് എന്നൊരു വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ മത്സ്യബന്ധനത്തിനായി എത്തുന്ന ആൾക്കാരുടെ ബോട്ടുകൾ ഉൾപ്പെടെയുള്ള ബോട്ടുകൾ ഇപ്പോൾ തിരച്ചിലിനായി ആഴക്കടലിലേക്ക് പോയ ഒരു സാഹചര്യമാണ്. ഈ ഒരു പ്രതികൂലമായൊരു കാലാവസ്ഥയാണ്. ഈ സാഹചര്യത്തിൽ കടലിൽ പോകുന്നത് ഒട്ടും അനുയോജ്യമല്ല. തികച്ചും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. കാരണം അതിശക്തമായ കാറ്റാണ്. മണിക്കൂറുകൾ തോറും, മിനിറ്റുകൾ തോറും തോറും കാറ്റും അതുപോലെ തന്നെ മഴയും ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. തിരമാലകളെല്ലാം തന്നെ ഭീകരമായ അല്ലെങ്കിൽ വളരെ ശക്തമായ തിരമാലകളാണ് ഇപ്പോൾ തീരപ്രദേശങ്ങളിലും അതുപോലെ തന്നെ അടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉൾക്കടലിലുള്ള സ്ഥിതി അല്ലെങ്കിൽ അവസ്ഥ എന്താകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഈ നാട്ടിലുള്ള 4 ബോട്ടിലുള്ളവർ ഇപ്പോൾ സുരക്ഷിതരാണ് എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. എന്നാൽ അതിന് യാതൊരുവിധ ഉറപ്പും നമുക്ക് പറയാൻ സാധിക്കില്ല. എന്ത് വേണമെങ്കിലും സംഭവിക്കാനുള്ള അവസ്ഥയാണ്. വരും മണിക്കൂർ എന്ത് സംഭവിക്കുമെന്നൊരു ആഴക്കടലിലേക്ക് പോയത്. അതിൽ 4 എണ്ണം തിരിച്ചെത്തി. ഇന്ന് രാവിലെ എത്തേണ്ടതായിരുന്നു. 4 എണ്ണം ഇനിയും എത്തിയിട്ടില്ല. കനത്ത കാറ്റും കടൽക്ഷോഭവുമാണ്. ഉൾക്കടലിലാണ്. ഒരു ബോട്ട് തലകീഴായി മറഞ്ഞു എന്ന വിവരമുണ്ട്. പക്ഷേ തിരിച്ചെത്തിയവർ പറയുന്നതനുസരിച്ച് എല്ലാവരും സുരക്ഷിതരാണ് എന്നാണ്. ഏതായാലും കോസ്റ്റ് ഗാർഡ് അവിടേക്ക് തെരച്ചിലിനായി പോയിട്ടുണ്ട്. ഈ വിഴിഞ്ഞത്തുള്ള മറ്റ് ചില ബോട്ടുകളും അവർ അവിടേക്ക് പോയിട്ടുണ്ട് എന്നാണ് വിവരം. ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്.